വാട്ട് വി ഡു ഡെയിലി ഈസ് വാട്ട് ഷേപ്സ് അവർ ഫ്യൂച്ചർ. എങ്ങനെയാണ് ഡെയിലി റുട്ടീൻസ് നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യുക? എന്തിനാണ് നമ്മൾ ഈ ഡെയിലി റുട്ടീൻസ് ഒക്കെ ചെയ്യണം? എന്തൊക്കെയാണ് ഈ ഡെയിലി റുട്ടീൻസിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ റിലേറ്റഡ് പ്രൊഡക്ടിവിറ്റി പ്രിൻസിപ്പിളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. പിന്നെ പ്ലസ് ടു എക്സാമിൻ്റെ ടൈമിൽ കുറേ കാര്യങ്ങൾ പഠിക്കണം ലാസ്റ്റ് ടൈം. പോരാത്തതിന് ഞാൻ ഒരേ ടൈമിൽ NSS ലീഡറും അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക്, യോഗ ഒക്കെ ചെയ്യുന്നത് കാരണം കുറേ കാര്യങ്ങൾ തലയിലിരിക്കുന്നത് കാരണം ഈ പഠിക്കാനുള്ള ടൈം അടക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു എക്സാം ആവാൻ ഒരു 2 മാസം, അല്ല പ്ലസ് 1 എക്സാമിനെ അങ്ങനെ തന്നെയാണ് 2-3 മാസമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാസങ്ങളിൽ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്യുക, ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക, ഇത് കംപ്ലീറ്റ് നടക്കും, ഇതൊക്കെ അങ്ങനെയൊക്കെ മൈൻഡായി. ശരിക്കും ഒന്നും കംപ്ലീറ്റ് ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ജെയിംസ് ക്ലിയറുടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ബുക്കിലത്തെ ഒരു റൂൾ ഉണ്ട്, 1% റൂൾ. അത് കാണാൻ ഇടയിൽ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് 1% ആയിട്ടുള്ള ഈ ഒരു ചെറിയ ആറ്റം കാരണം ചെറിയ കാര്യങ്ങൾ, ഈ ചെറിയ ചേഞ്ചസിനെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന അവിടെ നിന്ന് നോക്കി അങ്ങനെയാണ് ഈ ഡെയിലി റുട്ടീനിക്ക് കാണുന്നത്. ഈ ഡെയിലി റുട്ടീൻ എന്താണെന്ന് ഒന്ന് ഡിപ്പെൻഡ് ആയിട്ട് പോയിപ്പോൾ ഓരോ ചെറിയ ഡെയിലി റുട്ടീൻസാണ് നമ്മളെ ബിഗ് റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് ആണ് ശരിക്കും എനിക്ക് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ എനിക്ക് പ്ലസ് 2 ഫുൾ A+ ഉണ്ടായിരുന്നു, പ്ലസ് 1 ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഡെയിലി റുട്ടീൻസിന് മാക്സിമൈസ് ചെയ്യാൻ നമ്മൾ എത്ര നോക്കണോ അത്ര തന്നെയോ നമ്മുടെ റിസൾട്ട്സ് ഉണ്ടാവുക. എൻ്റെ പേര് ഡെൽവിൻ സിരാജു. പിന്നെ ഈ വീഡിയോ ലൈഫ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള പ്ലേലിസ്റ്റിലത്തെ വീഡിയോ ആണ്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. പിന്നെ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയെന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തരാം. എന്താ വെച്ചാൽ 10+1 +2 ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കുറേ ഒരു കാര്യങ്ങൾ എൻ്റെ തലയിലുണ്ടായിരുന്നു. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ക്രൂഷ്യലായിരുന്നു. അപ്പോൾ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക, ഒപ്പം ഒരുമിച്ച് ഇതൊക്കെ എങ്ങനെയാണോ ചെയ്യുക. അപ്പോഴാണ് അലി അബ്ദാൽ എന്നുള്ള യൂട്യൂബറിനൊക്കെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പോൾ ആ ഒരു ട്രിക്കുകളും ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത് നന്നായിരിക്കും തോന്നി. അതാണ് ഈ ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ ഐ ആം എ പേഴ്സൺ ഹു ആർ ഡ്രീമിങ് വെരി ബിഗ്. അതായത് ഞാനൊരു കുട്ടിയാണ്. എന്താ വെച്ചാൽ ഒരു ഡ്രീം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഡ്രീം ചെയ്യുന്നുണ്ട്, വലിയ ഗോൾസ് ആണുള്ളത് ലൈഫിൽ. അതിനാണെങ്കിൽ എൻ്റെ ഒപ്പം ചേരാം. ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സെഗ്മെൻറ്റ് 1 പവർ ഓഫ് ഡെയിലി റുട്ടീൻ. എൻ്റെ ലൈഫ് എന്നെ ബിൽഡ് ചെയ്തൊക്കെ ഈ ഒരു ചെറിയൊരു പ്രിൻസിപ്പിളുടെ മുകളിൽ എന്താ വെച്ചാൽ 1% എല്ലാ ദിവസവും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെ കാണാം. നമുക്ക് ഈ ഡെഫിനേഷൻ ഒന്ന് വായിച്ച് നോക്കാം. ഇഫ് യു ഇംപ്രൂവ് ജസ്റ്റ് എ ലിറ്റിൽ എവറി ഡേ ഇൻ എ ഇയർ you will be 37 times better. Small consistent efforts matter than rather big efforts. എൻ്റെ ലൈഫിൽ എല്ലായിടത്തും അപ്ലിക്കബിളാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ യോഗ ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് യോഗ ചെയ്യാൻ പോകുമ്പോൾ വലിയൊരു സ്ട്രെച്ചൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ മെല്ലെ ഗ്രാജ്വലി സ്ട്രെച്ച് ചെയ്യുക. അല്ലാതെ ആദ്യം തന്നെ വലിയൊരു സ്ട്രെച്ച് ചെയ്യല്ല ചെയ്യുക. അതന്നെ വലിയ ടഫ് ആസനസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് എനിക്കൊക്കെ ചെയ്യാൻ പറ്റുക, സ്പ്ലിറ്റൊക്കെ എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അതിങ്ങനെ മെല്ലെ അങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഇതാ മസിൽസ് ബ്രേക്കും അങ്ങനെ തീരുന്നതിൽ അല്ല പാട്ടിലായാലും ഞാൻ ആദ്യം ഞെട്ടിപ്പോയിട്ടുണ്ട്. അതായത് ഈ ഒരു കർണാട്ടിക് മ്യൂസിക് വോക്കൽ ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ഗമകങ്ങളൊക്കെ പ്രയോഗിച്ചിട്ട് എൻ്റെ സാറ് ജയാനന്ദൻ സാറ് അങ്ങനെ നല്ല ഗമകങ്ങളൊക്കെ പ്രയോഗിച്ചിട്ട് അങ്ങനെ വേണ്ടി നന്നായിട്ട് പോവുക. അപ്പോൾ ഞാനൊക്കെ പേടിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെയല്ല, അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പുരന്ദരദാസ് എന്ന് പറഞ്ഞൊരാൾ കർണാട്ടിക് മ്യൂസിക്കിൽ കറക്റ്റ് കറിക്കുലം ഉണ്ട്. അപ്പോൾ അതിലും വേണ്ടത് ഈ സ്മോൾ കൺസിസ്റ്റൻ്റ് എഫേർട്സ് തന്നെയാണ്. അവിടെ അതുപോലെ തന്നെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റ് പറഞ്ഞാൽ എത്ര പഠിച്ചാലും കഴിയാത്ത ഒരു വാസ്റ്റ് ലോകമാണ്. അതിനുള്ളിൽ ഇറങ്ങണമെങ്കിലും നിങ്ങളായത് ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു ചെറിയൊരു സെൻറ്റൻസിൻ്റെ അർത്ഥം, ആ അർത്ഥം മനസ്സിലായാലാണ് ഒരു പാരഗ്രാഫ് ഇട്ടുള്ളൂ, ആ പാരഗ്രാഫ് കിട്ടിയാലാണ് ഒരു പേജിൻ്റെ ഇട്ടുള്ളൂ, ഒരു പേജിന് കിട്ടിയാലാണ് ഒരു ബുക്കിൻ്റെ ഇട്ടുള്ളൂ. അതും അങ്ങനെ സ്മോൾ കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ്. അതാണ് എല്ലാം പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത്. സെഗ്മെൻറ്റ് 2 വെക്കേഷൻ റുട്ടീൻസ്. സ്റ്റഡി ഫോർ പാഷൻ നോട്ട് ഫോർ മാർക്സ്. നിങ്ങൾക്കറിയാലോ, എക്സാമിന് നിങ്ങളൊരു ചാപ്റ്ററാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കിലത്തെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും എക്സാം ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര പഠിക്കാൻ പറ്റണോ അത്രയാവും നിങ്ങൾ നോക്കുന്നുണ്ടാവുക. പക്ഷേ വാട്ട് അബൌട്ട് യു ആർ സ്റ്റഡിങ് ദാറ്റ് ടോപ്പിക് ഇൻ വെക്കേഷൻ? നിങ്ങൾ ആ ടോപ്പിക്ക് വെക്കേഷനിൽ പഠിക്കണമെങ്കിൽ എങ്ങനെയോ അത് പഠിക്കുന്നുണ്ടാവുക? ഉറപ്പായിട്ടും ഒന്നാമത്തെ കാര്യം നിങ്ങളത് ഇഷ്ടമുള്ള കാര്യവും പഠിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കും ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ ശരിക്കും എന്തെങ്കിലുമൊക്കെ വാട്ട് എവർ യു ഹാവ് ടു സ്റ്റഡി, നിങ്ങൾക്ക് എന്തൊക്കെ ആയാലും പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എന്താണോ അത് നിങ്ങൾ പഠിക്കുക. വെറുതെ ഇരുന്ന് പഠിച്ചു നോക്കുക. ഒന്ന് ഫ്രീ ആയിട്ട് ആരും ഒരു പ്രഷറും ഇല്ലാതെ ഒരു എക്സാമും ഇല്ലാതെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കിൻ്റെ ഒരു പേജ് വായിച്ചു നോക്കുക. അതൊരു വലിയൊരു എഫക്റ്റ് ഉണ്ടാകും. രണ്ടാമതായിട്ട് ടീനേജേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പരമാവധി പുറത്തേക്ക് പോവുക, അടിച്ച് പൊളിക്കുക. പിന്നെ പരമാവധി ഈ ആർട്സൊക്കെ ട്രൈ ചെയ്യുക. ആർട്സ് മീൻസ് മ്യൂസിക്, അതുപോലെ കൊട്ട്, അതുപോലെ വരയ്ക്കൽ, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇവിടെ അടുത്ത് തന്നെ ചിലപ്പോൾ ഫ്രീ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ കൊട്ട് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മറ്റേ കല്ലുമ്മൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് കൈയൊക്കെ വെച്ചിട്ട് അതൊക്കെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഓരോ ആർട്സ് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഓരോ സ്കില്ലുകൾ കൂടുകയാണ്. അതുപോലെ തന്നെ ഓരോ കണ്ടത്ത് പോയിട്ട് കളിക്കുമ്പോൾ നമ്മുടെ പിള്ളേരായിട്ടുള്ള ആ യൂണിറ്റി കൂടുകയാണ്.
ആ റിലേഷൻ കൂടിയാണ്. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങനെ പൊളിക്കണം, എന്നാലാണ് നമ്മുടെ ഇടയിൽ തന്നെ ഒരു സോഷ്യൽ നെറ്റ്വർക്കൊക്കെ ബിൽഡ് ആവുള്ളൂ. ദ റൂൾ ഓഫ് റീ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഒരു പ്രൊഡക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ, ദ തിങ്സ് ദാറ്റ് യു ആർ ഡൂയിങ് ഇൻ യുവർ ഫ്രീ ടൈം ഡിസൈഡ്സ് ഹൂ യു ആർ. അതായത് നിങ്ങളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ ചെയ്യണേ, അതായിരിക്കും നിങ്ങൾ ആരാന്ന് തീരുമാനിക്കുക എന്നാണ് പറയണത്. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ഈ സ്റ്റുഡൻസ് ആണെങ്കിൽ 9 to 4:30 അല്ലെങ്കിൽ 5 PM വരെ അവർ സ്കൂളിലാവും. അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ് അതുപോലെ തന്നെ. പിന്നെ വർക്ക് ചെയ്യണ വലിയ ആൾക്കാരാണെങ്കിലും അതുപോലെ 9 to 10 ആ ഒരു ഇതിൽ മാത്രമാണ് അവർ ജോലി ചെയ്യുക. കഴിഞ്ഞിട്ട് ഫ്രീ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണോ അതായിരിക്കും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. സെഗ്മെൻറ്റ് 3, മോർണിംഗ് റുട്ടീൻ. ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ ഡിസൈഡ്സ് ഹൗ യുവർ ഡേ ഗോസ്. ഒരു മോർണിംഗ് റുട്ടീനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. എങ്ങനെയാ വെച്ചാൽ, ആദ്യം ഒരു ചെറിയൊരു എന്തെങ്കിലും കുക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ പേഴ്സണലി നമ്മുടെ മോർണിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മോർണിംഗ് റുട്ടീൻസ്, സിമ്പിൾ മോർണിംഗ് റുട്ടീൻസൊക്കെ, ടോയ്ലറ്റിൽ പോവുക, പല്ലേക്ക്, അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോഴും ഒരു ചായ ഉണ്ടാക്കിയ ആ ഒരു എൻജോയ് ചെയ്യുക. ആ ടൈം ഒരു 5 മണിക്കൊക്കെ കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂർ എൻജോയ് ചെയ്യുക, ഒന്ന് ആസ്വദിക്കുക. ആ പീസ് ടൈം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ 10 മണിയൊക്കെയാണ് എനിക്കാണെങ്കിൽ ആകെ ഓട്ടമാവും, ഓടിയിട്ട് അങ്ങോട്ട് പോകും എങ്ങടാച്ചാ. പക്ഷേ അങ്ങനെയല്ല, ഒരു 5 മണിക്ക് നിങ്ങൾക്ക് ആ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പീസ് ടൈം കിട്ടും. പിന്നെ വിറ്റാമിൻ ഡി കൊള്ളാൻ ശ്രമിക്കുക, അതായത് പുറത്ത് പോയിട്ട് കുറച്ച് സൺലൈറ്റ് കൊള്ളാൻ ശ്രമിക്കുക. ഈ സൺലൈറ്റ് കൊള്ളുന്നത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചാൽ, ആ കൊണ്ടിട്ട് ഞാൻ പള്ളിയിലേക്ക് പോകാറ്. ആ പള്ളിയിൽ പോകും, ആ പള്ളിയിൽ പോകുമ്പോൾ കുറേ സൺലൈറ്റൊക്കെ കൊള്ളും നടന്നിട്ട്, അല്ലെങ്കിൽ സ്കൂട്ടിയിലൊക്കെ പോകുന്നുണ്ടാവുക. അതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ കേട്ടോ, വാട്ട് എവർ, നിങ്ങളൊന്ന് വായിക്കുക. അത് വായിക്കുമ്പോൾ അതിനൊരു സുഖം വേറെ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. സെഗ്മെൻറ്റ് 4, ഓട്ടോമാറ്റിക്. കൊറോണ ടൈമിൽ, അതായത് 8ാം ക്ലാസ്സിൻ്റെ പരീക്ഷ ടൈമിലായിരുന്നു എനിക്ക് കൊറോണ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സുമായിട്ട് ഞാൻ യോഗ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യോഗ മീൻസ് സ്പോർട്സ് യോഗ. അപ്പോൾ ഒരു സൈക്കിൾ കുറേ 2 കൊല്ലം എടുക്കാറുന്നിട്ട് 3ാമത്തെ കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിൽ തുരുമ്പ് വരും. ഫോർ എക്സാം അതുപോലെ തന്നെ എൻ്റെ കേസിൽ അതുപോലെയായിരുന്നു. യോഗ നന്നായിട്ട് ചെയ്യുന്നത് ഞാൻ, ബാക്ക് ബെൻഡും ഫോർവേഡ് ബെൻഡും ഹാൻഡ് ബാലൻസും സ്പ്ലിറ്റും എല്ലാം ചെയ്യുന്നത് ഞാൻ. എൻ്റെ യോഗ ഫ്ലെക്സിബിലിറ്റി ഫുള്ളായിട്ട് പോവുകയാണ്. അതേ സാധനം എൻ്റെ ശരീരത്തിൽ വരികയാണ്. കൊറോണ കാരണം നമ്മൾ മടി പിടിച്ചു, അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ +1 ആ ഒരു ടൈമിൽ ഞാൻ കംബാക്ക് അടിക്കണം യോഗയിലേക്ക്. എന്നിട്ട് ഞാൻ വീണ്ടും അതിങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 കൊല്ലമായി ഇപ്പോൾ വീണ്ടും അതിലേക്ക് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പണ്ടത്തെ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു +1 ആ ഒരു ടൈമിൽ അത്ര എഫേർട്ട് വന്നു, ഈ 2 കൊല്ലം വിട്ടതിൻ്റെ ബേസിസിൽ. സോ ആഫ്റ്റർ ഡൂയിങ് ദാറ്റ് മച്ച് ഓഫ് യോഗ, അത്ര കഴിഞ്ഞിട്ട് ഞാനൊരു യോഗ ചെയ്യാൻ നോക്കിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ടാസ്ക്, ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒടുക്കൽ ടാസ്ക് പറ്റുന്നില്ല അങ്ങോട്ട് ചെയ്യാൻ. കാരണം നല്ല ഫ്രിക്ഷനൊക്കെ വരിക. അപ്പോൾ ഞാനൊക്കെ ചോദിച്ചത് ഇനിയിപ്പോൾ ചെയ്യുക, ആ ഒരു ഫീലിങ്ങിലായി. പിന്നെ ഡിസിപ്ലിൻ കാരണമാണ് കുറേ ഇതെന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കാരണമായിരുന്നു അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നത്. പിന്നെയാണ് മനസ്സിലായി ഓട്ടോമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ, പ്രൊഡക്റ്റീവ് പ്രിൻസിപ്പിൾ മനസ്സിലായി. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ആ ഡെഫിനേഷൻ അപ്പോൾ വായിക്കാം. ദ കൺസെപ്റ്റ് ഓഫ് യൂസിങ് ടെക്നോളജി ആൻഡ് സിസ്റ്റംസ് ടു പെർഫോം ടാസ്ക്സ് വിത്ത് മിനിമൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. നമ്മുടെ മിനിമൽ ഹ്യൂമൻ എഫേർട്ട് കാരണം ഒരു പ്രോസസ്സ് നടത്തുക, അതിന് പറയുന്ന പേരാണ് സിസ്റ്റംസ്. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ യോഗ ഞാൻ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടാവും എനിക്ക്. ഞാൻ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഫോർവേഡ് ബെൻഡ് ആണെങ്കിൽ ഇത്ര സ്ട്രെച്ചിങ്, അതിൻ്റെ അപ്പുറത്തെ ബാക്ക്വേർഡിനാണ് ഇത്ര സ്ട്രെച്ചിങ്. അപ്പോൾ എനിക്ക് മിനിമൽ എഫേർട്ടാണ്, എന്താണ് ആലോചിക്കണ ഒരു എഫേർട്ട് ഉണ്ട്, അത് വേണ്ട, അങ്ങനെ ചെയ്യാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെന്താ വിചാരിക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ വലുതായിട്ട് ഡ്രീം ചെയ്യാണ്, ബിഗായിട്ട് വേറെ ലെവലായിട്ട് ഡ്രീം ചെയ്യാണ്, നിങ്ങളും ഡ്രീം ചെയ്യാണ്. മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു വിചാരങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കെന്തായാലും അവിടെ കാണാം.